ഹേ ഗൈസ്, ഇത് നമ്മളുടെ ഒരു പഴയൊരു ടാബാണ്. 10 വർഷം പഴക്കമുണ്ടാവും. RCA10 Pro എന്ന് പറഞ്ഞിട്ട്. ഇതെന്താ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഒരു ഗോസ്റ്റ് ടച്ച് ഉള്ള അല്ലെങ്കിൽ ഒരു ഗോസ്റ്റ് ടച്ച് ഉള്ളൊരു ഡിസ്പ്ലേ ഉള്ളൊരു ടാബ്ലറ്റിനെ എങ്ങനെ നമുക്ക് റീയൂസബിൾ ആക്കാം വിത്തൗട്ട് ചേഞ്ചിങ് ദി ഡിസ്പ്ലേ. സോഫ്റ്റ്വെയർ പരമായിട്ട് ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് പഴയൊരു ആൻഡ്രോയിഡ് വെർഷൻ ആയതുകൊണ്ട് ഇതിൽ നമുക്ക് വേറെ ഒരു പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കിതിന് ഹാർഡ്വെയർ ആയിട്ട് മൂവ് ചെയ്യാം. അതിന് വേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു USB കേബിൾ മൗസ് വേണം. കേബിൾ മൗസ് അല്ലെങ്കിൽ കേബിൾ മൗസ് മതിയാവും. ഇങ്ങനൊരു സാധനം കണ്ടാ, ഇത് നമ്മുടെ പഴയ ചാർജറിൻ്റെ പിന്നാണ്. അതിൻ്റെ ഒരു ഈ OTG അഡാപ്റ്റർ വേണം. പിന്നെ ഒരു USB മൗസ് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യണമെങ്കിൽ ഈ സാധനം ഇങ്ങനെ നമ്മൾ ഈ ഗോസ്റ്റ് ടച്ചിൻ്റെ കൂടെ നാവിഗേറ്റ് ചെയ്താലും കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് നടപടിയാവില്ല. സോ ലെറ്റ്സ് ഗോ. നമുക്ക് ആദ്യം ഇതിൻ്റെ പാനൽ അൺസ്ക്രൂ ചെയ്യാം. സോ കണ്ടോ, ഇതാണ് നമ്മളുടെ ഇതിൻ്റെ ബാക്ക് വരിക. ഇതിൽ സ്ക്രൂ ഭാഗങ്ങൾ ഇവിടെയല്ല കാണാൻ പറ്റുക. നമ്മൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വയ്ക്കുമ്പോൾ കണ്ടോ, ഇവിടെ സ്ക്രൂ കണ്ടോ, കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സ്ക്രൂ ഉണ്ട് ഇവിടെ, ഈ ഭാഗത്ത്. ഇവിടെയാണ് നമ്മൾ അൺസ്ക്രൂ ചെയ്യേണ്ടത്. നമ്മൾ സ്ക്രൂ ഒക്കെ അഴിച്ചു. ഇനി ഇത് അഴിച്ച് കഴിഞ്ഞിട്ട് ഇത് തുറക്കണമെങ്കിൽ നമ്മൾ ഒരു ഇങ്ങനത്തെ സ്ക്രൂ ഡ്രൈവറൊന്നും കുത്തിവെച്ച് തുറക്കരുത്. കാരണം ഒന്നാമത്തെ കേസ് ഇത് പഴയ ഡിവൈസ് ആയതുകൊണ്ട് ഇങ്ങനെ നിങ്ങളിലുള്ള ഏത് ടാബായാലും പഴയ ടാബാണ്, അതിൻ്റെ പ്ലാസ്റ്റിക് പെട്ടെന്ന് പൊട്ടിപ്പോകും, ബ്രിട്ടിലായിരിക്കും. അപ്പോൾ പരമാവധി ഇത് പയ്യെ എന്തെങ്കിലും ഒരു തരം ഫ്ലാറ്റ് ആയിട്ടുള്ള, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നെയിൽ പോളിഷിൻ്റെ നെയിൽ പോളിഷ് ചെയ്യുന്നൊരു ആ ടൂൾ വെച്ച് ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകാം. പയ്യെ അത് വിട്ടുപോകും. ഈ ടാബൊന്നും ഗ്ലൂഡ് അല്ലാത്ത ടാബ്സ് കുഴപ്പമില്ല. ഗ്ലൂഡ് ആയിട്ടുള്ള ടാബ്സ് ആണെങ്കിൽ നമുക്കത് ഹീറ്റ് ചെയ്ത് തുറക്കേണ്ടി വരും. ഇത് ബാക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന, അൺസ്ക്രൂ ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടാബാണ്. ഇതാണ് നമ്മുടെ അഴിച്ചു വെച്ച ടാബ്. ഇതിൻ്റെ അകത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് കുറേ കേബിൾസ് ഉണ്ടാവും. ക്ഷമിക്കണം, കോഴി കിടന്ന് കരയുന്നുണ്ട്. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് കണ്ടോ കേബിൾസ് കണ്ടോ. ഈ കേബിള് നമ്മൾ സൂക്ഷിച്ച് തുറന്നില്ലെങ്കിൽ ഇതിവിടെ ഡാമേജ് വരും. അതുകൊണ്ട് പിന്നെ ഈ കേസും വേറെ ബ്രിട്ടിലായിരിക്കും, പഴയ പ്ലാസ്റ്റിക് ആയതുകൊണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേബിൾ കണ്ടോ, ഇതാണ് ടച്ച് സ്ക്രീനിൻ്റെ കണക്ടർ. അതായത് നമ്മൾ ടച്ച് വർക്കാവുന്നതിൻ്റെ കണക്ടർ. ഇതിങ്ങനൊരു ടോഗിളുണ്ട് ഇവിടെ കണ്ട. ഈ ടോഗിളിലായിരിക്കും ഇത് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നുണ്ടാവുക. ഓക്കെ, ഈ കണക്ടർ നമ്മൾ നേരത്തെ വിടിയിച്ച് വെച്ചുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ടോഗിൾ മുകളിലേക്ക് പൊക്കുക. ഇതിങ്ങനെ പൊക്കിയിട്ട് ഈ സംഭവം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വലിക്കണം. അത് പെട്ടെന്ന് സ്ട്രെയിൻ ചെയ്ത് ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഡാമേജ് വരും, അല്ലെങ്കിൽ ഇതിനുള്ളിൽ എന്തെങ്കിലും കോമണൻസ് ഒക്കെ ഡാമേജ് വരും. പയ്യെ കുറച്ച് പ്രഷർ കൊടുക്കണം, അല്ലാതെ പ്രഷർ കൊടുക്കരുത്. അപ്പോൾ എന്ത് പറ്റി, ഇതിൻ്റെ ഈ പിന്ന് ഇങ്ങനെയല്ല ഇവിടെ. ഇതൊരു ഗോൾഡ് കളർ, ഇതേ കളറിലുള്ള പിന്നാണ് ഇവിടെ ഉള്ളത്. ഇത് മദർ ബോർഡാണ്, ആ കോമ്പണൻസിൻ്റെ മദർ ബോർഡാണ്. ഈ മദർ ബോർഡായിട്ട് ടച്ചായിട്ട് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചേക്കണം. കണ്ട, ഇൻസുലേഷൻ ടേപ്പ് റൗണ്ടായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ഈ ഇൻറ്റേർണൽ കോമ്പണൻസ് ആയിട്ട് കോണ്ടാക്റ്റ് വരാണ്ട് ഷോർട്ട് ആവില്ല. ഇൻറ്റേർണൽ കോമ്പണൻസ് ആയിട്ട് ടച്ച് വന്ന് ഷോർട്ട് ആവില്ല. അതിനാണ് നമ്മൾ ഈ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഇത് കവർ ചെയ്യണത്. സോ ഇത് ഒരു ആൻഡ്രോയിഡ് പഴയ ടാബുകൾ വീട്ടിലുള്ളവർ യൂസ് ചെയ്യാൻ പറ്റാണ്ട് ഇരിക്കുന്നവർക്ക് പറ്റിയൊരു സൊല്യൂഷനാണ്. സോ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. നമ്മൾക്ക് സക്സസ്ഫുള്ളി ഒരു സാധനത്തിൻ്റെ ഈ ടാബ്ലറ്റിൻ്റെ ടച്ച് സ്ക്രീൻ നമ്മൾ ഡിസേബിൾ ചെയ്തു. അപ്പോൾ ഈ ഒരു ഡിവൈസ്, ഈ ഒരു സാധനം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇത് യൂസ്ഫുള്ളാണ്. ഫോണിലേക്കൊക്കെ കണക്ട് ചെയ്യാനൊക്കെ യൂസ്ഫുള്ളാണ്. ഇതിപ്പോൾ പുതിയ ടാബ്ലറ്റ്സ് ആണെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ വഴി തന്നെ കമാൻഡ് വഴി ടച്ച് സ്ക്രീൻ ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഇത് പഴയ ടാബ്ലറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഡിസ്കണക്ഷനൊക്കെ വേണ്ടി വന്നത്. അപ്പോൾ ഈ ചാനലിൽ ഇനി PSP എമുലേഷൻ വീഡിയോസും PS2 എമുലേഷൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യും. ഗെയിം പ്ലേ, ഗെയിം റിവ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെയൊക്കെ ആരുടെയും വീട്ടിൽ പഴയ ലാപ്ടോപ്പ്
പഴയ ഫോണൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ റിസോഴ്സ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു ഡെയിലി ഡ്രൈവർ എന്ന രീതിയിലൊക്കെ ഒരു ഹോബിയൊക്കെ പോലെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനും അത് അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് റീഗെയിൻ ചെയ്യാനും പറ്റും. അതിനെപ്പറ്റിയുള്ള വീഡിയോസ് നമ്മൾ ഇനി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ജെയിൽ ബ്രേക്കിംഗ്, റൂട്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും വരുന്ന വീഡിയോസിലൊക്കെ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.